വിരോധികളുടെ വായടപ്പിക്കാതിരിക്കണമെങ്കിൽ അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നല്ലാതായിരിക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോ വിരോധികൾക്ക് മറുപടി കൊടുത്തത് അദ്ദേഹം ഒരു ടീം പ്ലെയർ അല്ല എന്നുള്ള വാദങ്ങൾക്ക് കൂടിയായിരുന്നു. ആ ഒരു ഫ്രീ കിക്കിന് വേണ്ടിയിട്ടുള്ള ഫേക്ക് ന്യൂനോ മെൻഡസ് ഫ്രീ കിക്ക് എടുക്കാൻ വന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും ആ ഫ്രീ കിക്ക് എടുക്കാൻ പോകുക എന്ന് എതിരാളികളെയും ഗാലറിയെയും മാത്രമല്ല അയാൾ വിശ്വസിപ്പിച്ചത്, ഈ ലോകത്തിനെ മുഴുവനും ക്രിസ്ത്യാനോ റൊണാൾഡോ വിശ്വസിപ്പിച്ചു ആ ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത് താനാണെന്ന്. ക്രിസ്ത്യാനോ എടുക്കുന്ന ഫ്രീ കിക്ക് തടയാൻ വേണ്ടി ഉസ്ബെക്കിസ്ഥാന്റെ പ്രതിരോധ വലയവും ഗോൾ കീപ്പറും തയ്യാറായി നിൽക്കുകയായിരുന്നു. എങ്ങനെ തയ്യാറാവാതിരിക്കും? അയാളുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ സ്റ്റാൻഡിങ്ങും ആ ദീർഘനിശ്വാസവും കണ്ടു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാന്റെ ഗോൾ കീപ്പറും ടീമും ഗാലറിയും ആരാധകരും മാത്രമല്ല ഈ ലോകം മുഴുവനും വിശ്വസിച്ചു അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ആ ഒരൊറ്റ ഫേക്കിലൂടെ ലോകത്തിനെ മുഴുവൻ കബളിപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞു. ലോകം മുഴുവൻ ക്രിസ്ത്യാനോയുടെ അഭിനയ വൈഭവത്തിൽ അന്തം വിട്ടു നിൽക്കുമ്പോൾ കിട്ടിയ ഗ്യാപ്പിലൂടെ ന്യൂനോ മെൻഡസ് വന്ന് ഒരു തകർപ്പൻ ഫ്രീ കിക്ക് ഗോള്. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, ന്യൂനോ മെൻഡസ് ആയിരിക്കും ആ ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാതെ വേറൊരാളായിരിക്കും ആ ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത അവരുടെ തലച്ചോറിൽ നിന്നും പേശികളിലൂടെ അവയവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയം മതിയായിരുന്നു ന്യൂനോ മെൻഡസിന് ആ ഗോള് കയറ്റാൻ. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ വെറുതെ നിന്നാൽ, അയാളൊന്ന് പോസ് ചെയ്താൽ, അയാളൊന്ന് ശ്വാസം പിടിച്ചാൽ പോലും എതിരാളികൾ ഭയക്കണം. കാരണം അയാളുടെ നിൽപ്പിനും ശ്വസനത്തിനും ആക്രോശത്തിനും അംഗവിക്ഷേപങ്ങൾക്കും വരെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ആ അർത്ഥങ്ങൾ എതിരാളികളുടെ പ്രതീക്ഷകളെയും ജീവനെയും തല്ലിക്കെടുത്താൻ മാത്രം കരുത്തുള്ളതുമായിരിക്കും.